ഞാൻ അന്യ നാട്ടിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളെന്താ ചെയ്യും? നിങ്ങൾ പോയി പണി നോക്കാൻ ഞാൻ വരാം. നമ്മൾ ഈ നാട്ടിൽ നിങ്ങളെന്താ ചെയ്യും? പോയി പണി നോക്കണം. ഇങ്ങനെ ആകുമ്പോൾ എനിക്കുള്ള ചെറിയ ഡൗട്ടാണ്, ഈ ഹർത്താലിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓലിപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? ഇങ്ങനെ വണ്ടി തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ രാവിലെ നോക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറേ അപ്പുറത്തുള്ള കുറേ ആൾക്കാർ, 4-5 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഹർത്താലിൻ്റെ ഇതിന് വേണ്ടിയിട്ട് സമരം വിളിച്ചാനും ജാഥ റാലി വിളിച്ചാനൊക്കെ വന്നത്. ഓല് വരുന്നതൊക്കെ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തർ ബൈക്കായിട്ടും വരുന്നു, അല്ലെങ്കിൽ കാറിലൊരു കാറായിട്ടും വരുന്നു, ഒക്കെ അവിടെ ആ ടൗണിൽ കൂടെ നിർത്തുന്നു. ബൽക്കൊക്കെ അങ്ങനെ നടന്നു വന്നൂടെ? ഇവിടെ നടന്നു വന്നിട്ട് വേണ്ടതൊക്കെ വിജയിപ്പിച്ച് കൊടുക്കാനല്ല, റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരെ പിടിച്ചാണ്ട് തടുത്ത് നിർത്തി ഓലായിട്ട് കച്ചറണ്ടാക്കിയിട്ട് ഈ സാധുക്കളൊക്കെ ഇതാക്കിയിട്ട് എന്താ കാര്യം? അപ്പോൾ അയാൾ പറയേണ്ട അയാൾക്ക് അറിയില്ല ഇവിടെ ഹർത്താലാന്നുള്ളത് അറിയില്ല, അയാൾ പച്ചക്ക് പറയണില്ലേ? ഹർത്താലുകൊണ്ടൊന്നും ശരിക്കും നമ്മൾ സാധാരണക്കാരൻ്റെ ദിവസം നഷ്ടപ്പെട്ടു, അത്ര ഇതിൽ വരുന്നുള്ളൂ. ഒന്ന് പണിയെടുക്കാത്ത നാളെ അതിനും പാടിയിൽ പേരണ്ടേ. ഹർത്താലും പരിപാടിയൊക്കെ നല്ലതാണ്, അതെല്ലാവരും അതേമാതിരി ചെയ്യണം. ഇന്നിപ്പോൾ ഞാൻ കണ്ടതാണ്, അതിനെ അനുകൂലിക്കുന്ന ആൾക്കാർ ഒരു വരുന്ന നേരം പോലെ നിശ്ചയിച്ച ടൈമിക്ക് ഒരു സെറ്റാക്കി വരുന്നു. എല്ലാവരും അവനവൻ്റെ വണ്ടിയും കൊണ്ട് വരിക, എന്നിട്ട് അവിടെ ടൗൺ കൊടുത്ത് നിർത്തുക, എന്നിട്ട് പോലെ കുറച്ച് അവിടെ മതം കുത്തുക, പോലെ പോലെ പണിക്ക് പോവുക. പിന്നെ ആർക്കും എന്താ ആവാം? എന്ത് പരിപാടിയാണിത്? ഞാൻ നിൽക്കണത് ഒറ്റ വണ്ടി വിടാൻ പാടില്ല, ഒരു പരിപാടി നടത്താൻ പാടില്ല. നിങ്ങളെ ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനൊക്കെ നിങ്ങൾ വരുന്നുണ്ട്. ലോറിക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഓലയിൽ ഭക്ഷണ സാധനങ്ങൾ ഇന്നൊക്കെ എത്തേണ്ടത് നാളേക്ക് എത്തേണ്ടത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് കയറ്റി വിട്ടാലേ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാലേ ഓലൊരാഴ്ചന് സമരം നടത്തിയാലേ തൊള്ളണ്ടല്ലോ തന്നെ തുന്നി കെട്ടേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ സമരം കാര്യമൊക്കെ നല്ലതാണ്. നിങ്ങളെ വണ്ടി പെരയിൽ നിർത്തിക്കാണ്ട് നടന്നു വരും സമരത്തിന്. അതാകുമ്പോഴേ സമരം 100% വിജയിക്കുള്ളൂ. അല്ല നിങ്ങൾ വണ്ടി എടുത്ത് വന്നുകാണ്ട് ആ തോറ്റാതിരം കാണിക്കരുത് കേട്ടോ. ഓക്കെ, ശരി.